ഹായ് ഫ്രണ്ട്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒന്നാന്തരം അരിയുണ്ടയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ റെസിപ്പിയിലേക്ക് പോകാം. അരിയുണ്ട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മട്ട അരിയാണ്. നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന മട്ട അരി 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിരിക്കുകയാണ്. ഈ ഉണക്കി എടുത്തിരിക്കുന്ന ഈ മട്ട അരി ഇനി ഒരു പാൻ ചൂടാക്കി ഈ പാനിൻ്റെ അകത്തേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോളം ടൈം എടുക്കും. ചെറിയ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കരിഞ്ഞു പോകരുത്. നല്ല ഗോൾഡൻ കളറായിട്ട് വരും. ഇങ്ങനെ ഒരു നല്ല പൊട്ടുന്ന രീതിയിലായിട്ട് ഇത് മാറി വരും. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നല്ല പൊട്ടുന്ന രീതിയിലേക്ക് ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്രൈൻഡറിനകത്തേക്ക് ഇട്ടിട്ട് ഇത് കുറേശ്ശെ ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം മുഴുവനായിട്ട് ഞാൻ 2 കപ്പ് അരിയും മുഴുവനായിട്ട് ഞാനിവിടെ പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. ചിരകിയ തേങ്ങ 1 കപ്പും അതേപോലെ തന്നെ വെല്ലം 5 പീസ് വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോ വെല്ലം ഉണ്ടാകും. ഈ വെല്ലം നന്നായിട്ട് പൊടിച്ചെടുക്കാം. വെല്ലം നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം ഈ ചിരകിയ തേങ്ങ നമ്മൾ നേരത്തെ ആ ഗ്രൈൻഡർ ജാറിനകത്തേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഈ തേങ്ങ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ചിരകിയ വെല്ലം കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വെല്ലം കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഗ്രൈൻഡറിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം വെല്ലം കൂടി ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒന്ന് നമ്മൾ ഗ്രൈൻഡറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ചെറുതായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഈ തേങ്ങ അതേപോലെ തന്നെ വെല്ലം മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്തേക്ക് ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചുക്കുപൊടി അതേപോലെ തന്നെ ഏലക്കായ പൊടി ഇല്ലെങ്കിൽ ജീരകം പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ചുക്കുപൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ആ ഇളം ചൂടോട് കൂടി തന്നെ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഓരോ ബോളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഓരോ ബോളായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഉരുട്ടിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് നമ്മുടെ അരിയുണ്ട. വളരെ ടേസ്റ്റിയാണ്. ഇവിടെ അരിയുണ്ട തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിയുണ്ടയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എന്നും പറയുന്നത് പോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കൃത്യമായിട്ട് തന്നെ അറിയിക്കുക. അപ്പം അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും ഗുഡ് ബൈ.